ഡിസ്കസ് ചെയ്യുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരും. അതായത് ടി ഡൊമൈൻ, ടൈം ഡൊമൈനകത്തുള്ള ഒരു ഫംഗ്ഷൻ തരും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, എസ് ഡൊമൈനിലേക്ക്, അതായത് എസ് എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗ, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോ ഈ നമുക്ക് കോംപ്ലക്സ് നമ്പർ ഇവിടെ ഒമേഗ ഉണ്ടെങ്കിൽ എന്താണ് ഫ്രീക്വൻസി എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ സിഗ്മ പ്ലസ് ജെ ഒമേഗനെ നമ്മൾ എസ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു എഫ് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ അതിനൊരു ഫോർമുല ഉണ്ട്. നമുക്കിവിടെ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേഷ്യോ മൈനസ് എസ് ടി ഡി ടി. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ 0 to infinity ആണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ടി, ടൈം ഡൊമൈനകത്തിൽ ടി എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ നമ്മൾ വൺ സൈഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം, നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ഉപയോഗിക്കുന്നത് വൺ സൈഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 0 to infinity. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എലിമെന്ററി ഫംഗ്ഷൻസ്. കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്താണ് എഫ് ഓഫ് ടി സിക്കൽ ടു എ. എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് എന്നാണ് അല്ലെ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഫോർമുല, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അല്ലെ. അപ്പൊ നമ്മൾ എഫ് ഓഫ് ടിനെ ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 0 to infinity വരെ ടി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 0 to infinity എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. എ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എ 0 to infinity e raised to minus st dt. e raised to minus st നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ e raised to minus x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്, e raised to ax dx. അതായത് e raised to ax നെ നമ്മൾ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, e raised to ax ഡിവൈഡഡ് ബൈ a ആണ്. ഇവിടെ x നെ എന്താണോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, ടീനെ നമ്മൾ മൈനസ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടും എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് അല്ലെ. നമ്മുടെ ലിമിറ്റ് എന്താണ്, 0 to infinity. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കും. അപ്പം കിട്ടും മൈനസ് എ ബൈ എസ്. ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0. ഓക്കെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇ റേസ് ടു 0 ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ എസ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്, എന്താണ് 1 ആണ്. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് എ ബൈ എസ് എന്ന് പറഞ്ഞാൽ എ ബൈ എസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് അല്ലെ. ഇതായിരുന്നു നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, എ ബൈ എസ് ആണ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 10 ആണെങ്കിൽ 10ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 ബൈ എസ് അല്ലെ. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എസ് ആയിരിക്കും. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി അല്ലെ. അപ്പൊ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എന്താണ്, ടി ആണ്. നമ്മളത് പുട്ട് ചെയ്യാം. So that is equal to integral 0 to infinity t into e raised to minus st dt അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ടി ഉണ്ട്, ഇ റേസ് ടു മൈനസ് എസ് ടിനകത്തും ടി ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഓക്കെ, അതിനൊരു ഫോർമുല നമ്മൾ ഈസിലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ യു വി ഡി എക്സ് ഇതിന് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ യുവും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വിയും എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ അതിന്റെ ഫോർമുല എന്നാണ് യു വി 1 മൈനസ് യു ഡാഷ് വി 2
പ്ലസ് യു ഡബിൾ ഡാഷ് v3. ഓക്കെ, ഇങ്ങനെ പോവാണ്. പിന്നെ അടുത്ത് എന്താണ് മൈനസ് ഇങ്ങനെ പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ യു ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിന്റെ ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, v1 എന്ന് പറയുന്നത് എന്താണ് വിയുടെ ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. അപ്പോ യു ഡാഷ് എന്ന് പറഞ്ഞാൽ du ബൈ dx. v1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് v dx. യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ du ഡാഷ് ഡിവൈഡ് ബൈ dx. v2 ഇസ് ഈക്വൽ ടു എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് v1 dx. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ യു എന്താണ് എടുക്കുന്നത്? യു നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ലാസ്റ്റ് 0 വേണം. ആ ഫംഗ്ഷനാണ് നമ്മൾ യു ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അപ്പൊ ഇവിടെ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടിനകത്ത് നമ്മൾ യു ആയിട്ട് എടുക്കുന്നത് ടി ആയിരിക്കണം. കാരണം ടീനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി മാറും. ഓക്കെ, അപ്പൊ യു ഇസ് ഈക്വൽ ടു ടിയും വി ഇസ് ഈക്വൽ ടു എന്നാണ് ഇ റേസ് ടു മൈനസ് എസ് ടി. ഓക്കെ, അപ്പൊ യു ഡാഷ് എന്ന് പറഞ്ഞാൽ ടീന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 1. v1 എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്നിട്ടും ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. യു ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ v2 ഇസ് ഈക്വൽ ടു ഇതിന് വീണ്ടും എന്ത് ചെയ്യുക? ടി വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്നിട്ടും ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ ഇവിടെ ഓൾറെഡി ഇവിടെ മൈനസ് എസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ് എസും കൂടെ വരും. അപ്പൊ എന്നിട്ടും മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എസ് സ്ക്വയർ. അപ്പൊ ഇവിടെ യു ഡബിൾ ഡാഷ് 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, അങ്ങനെയാണ് എന്ത് കിട്ടും? യു എന്ന് പറയുന്നത് എന്താണ്? ടി. v1 എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് മൈനസ് യു ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 1. v2 എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് അല്ല എസ് സ്ക്വയർ. ഇനി യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിർത്താം. 0 ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ഇൻഫിനിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നത്. ടി ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷൻ മാത്രം കൺസിഡർ ചെയ്യുക. ഇത് അവിടെ നിൽക്കട്ടെ. ആദ്യം ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. ടിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും, ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. അപ്പൊ ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് വരിക. അപ്പൊ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇ റേസ് ടു ഇൻഫിനിറ്റി കൊടുത്തപ്പോ ഇത് 0 വന്നു. മൈനസ് ഇനി ഇതിന് തന്നെ നമ്മൾ 0 കൊടുക്കുകയാണ്. അപ്പൊ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്തായി മാറി? മൊത്തം ഫംഗ്ഷൻ 0 ആയിട്ട് മാറി. ഓക്കെ, മൈനസ് ഇനി ഇതിനാണ് കൊടുക്കുന്നത്. അപ്പൊ 1 ബൈ എസ് സ്ക്വയർ അവിടെ കിടന്നോട്ടെ. കാരണം നമ്മൾ ടിക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ടും ഇ റേസ് ടു ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഇൻറ്റു എസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇനി എന്താണ്? ടിക്ക് നമ്മൾ 0 കൊടുക്കുകയാണ്. അപ്പൊ ഇ റേസ് ടു 0 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇത് മൊത്തം എന്തായി മാറി? 0 ആയി. അപ്പൊ ബാക്കി വരുന്ന 1 ബൈ എസ് സ്ക്വയർ എന്നിട്ടും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 മൈനസ് 1 എന്ന് പറയുന്നത് -1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും? 1 ബൈ എസ് സ്ക്വയർ. അതാണ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് നോക്കുക. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 ബൈ എസ് സ്ക്വയർ. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ എസ് സ്ക്വയർ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ആണെങ്കിൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് ക്യൂബ്. ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് ആണെങ്കിലോ? അപ്പൊ ഇവിടെ സ്ക്വയർ ആകുമ്പോൾ 2 ഫാക്ടോറിയൽ വന്നു. അപ്പൊ 3 ക്യൂബ് ആകുമ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 4. ഓക്കെ, അപ്പൊ ഇവിടെ ടി റേസ് ടു 1 ആണെങ്കിൽ 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 2 എസ് സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 കിട്ടിയിരിക്കുന്നത്. ഇവിടെ 2 ആണെങ്കിൽ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് ക്യൂബ്. അപ്പൊ ഇവിടെ എന്താണുള്ള അതിൽ നിന്നും അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ഫോർമുല ആകുമ്പോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു n ഇസ് ഈക്വൽ ടു കിട്ടും n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു
n+1. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. പക്ഷെ ഈ ഫോർമുലയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. t⁻n ആണെങ്കിൽ n⁻s⁻n+1. ഇനി മൂന്നാമത്താണ് f(t)(e)at. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ f(s)(0 to infinity e⁻at into e⁻ st dt. ഓക്കെ, അപ്പോ ഈ ഇവിടെ എന്താണ് e⁻at into e⁻st എന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ എഴുതും? 0 to infinity e⁻at - st dt അല്ലെ. x⁻m into x⁻n is equal to x⁻m+n. ആ ഒരു ഫോർമുല ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ e⁻at into e⁻st ആകുമ്പോ e⁻at - st. ഓക്കെ, ഇനി നമ്മള് 0 to infinity e⁻t നമ്മൾ പുറത്തേക്ക് എടുക്കണം കേട്ടോ. അപ്പൊ -t നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് എന്ത് കിട്ടും? -t പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? -t പുറത്തേക്ക് പോയാൽ s വരും. പിന്നെ ഇവിടെ എന്താ വരും? -a dt. ഓക്കെ, അപ്പൊ -t ആണ് എപ്പോഴും പുറത്തേക്ക് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷന്റെ എന്താണ്? e⁻t into s - a യുടെ എന്താ കിട്ടുക? ഇന്റഗ്രേഷൻ e⁻t into s - a ഓൾ ഡിവൈഡ് ബൈ എന്താണ്? -s - a അല്ലെ. ഇനി 0 to infinity, അതായത് ഈ ഫോർമുല e⁻at dt is equal to നമുക്ക് കിട്ടും e⁻at divided by a. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? -t നെ നമ്മൾ -s - a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? -s - a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1/s - a നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത് എന്താണ്? ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അപ്പൊ കിട്ടും e⁻ - e⁻0. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? -1/s - a e⁻ - എന്ന് പറഞ്ഞാൽ 0 ആണ്. e⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് 0 - 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി 1 ഡിവൈഡ് ബൈ s - a അല്ലെ. അപ്പൊ എന്തെങ്കിലും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ s - a. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ at ആയതുകൊണ്ട് ഇവിടെ എന്താണ്? s - a ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ആണെങ്കിൽ എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ s + a. ഈ ഫോർമുല അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ e⁻at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ഡിവൈഡ് ബൈ s - a ആണ്. e⁻at യുടെ എന്തായിരിക്കും? ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ s + a. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട f(t) e⁻at ആണ്. അപ്പോ f(s) എന്താണ്? ഇന്റഗ്രൽ 0 to infinity f(t) into e⁻st dt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity f(t) എന്ന് പറയുന്നത് എന്താണ്? e⁻at ആണ്. അപ്പൊ e⁻at into e⁻st dt. അപ്പൊ നേരത്തെ പോലെ തന്നെ എന്താണ് വരിക? 0 to infinity e⁻at - st dt. ഓക്കെ, അപ്പൊ ഇനി അത് അടുത്തത് നമ്മൾ ഇവിടെ -t നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പൊ എന്തായിരിക്കും? 0 to infinity into e⁻t പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? s + a dt. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? e⁻t into s + a ഓൾ ഡിവൈഡ് ബൈ -s + a. ലിമിറ്റ് 0 to infinity. ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോ ഈക്വൽ ടു -1/s + a ഇൻറ്റു ഇവിടെ നമ്മൾ ടിക്ക് ഇൻഫിനിറ്റി എടുക്കുമ്പോൾ e⁻∞ അല്ലെ. ഇൻഫിനിറ്റി ഇൻറ്റു s + a എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പൊ e⁻∞ മൈനസ് e⁻0. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തും -1/s + a ഇൻറ്റു e⁻∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. e⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ 0 - 1.
0 മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി, പ്ലസ് ആയി. അപ്പൊ എന്ത് കിട്ടും, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ഇവിടെ എന്താണ്, മൈനസ് എ ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. അപ്പൊ ഇതും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അടുത്തത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ എ ടി. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇതാണ് എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എ ടി ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്, അതിന്റെ ഇന്റഗ്രേഷന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റണം. അപ്പൊ നമ്മൾ ഇ റേസ് ടു മൈനസ് എസ് ടി ആദ്യം കൊണ്ടുവരണം. അപ്പോ ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലായി അല്ലെ. അപ്പൊ എന്താണുള്ളത്, ഇ റേസ് ടു എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, മൈനസ് എസും ബിയുടെ സ്ഥാനത്ത് ഇവിടെ എ എക്സും ആണ് ഉള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആയത്. അപ്പൊ എന്നിട്ടും ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്നുള്ള എ ആണുള്ളത്. അപ്പൊ എ സ്ക്വയർ ബ്രാക്കറ്റ് എ സൈൻ ബി എക്സ്, എയുടെ സ്ഥാനത്ത് എന്താണ് ഇവിടെ മൈനസ് എസ് ആണ്. അപ്പൊ മൈനസ് എസ് സൈൻ എ ടി മൈനസ് ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താണുള്ളത്, ഇവിടെ എ ആണ്. അപ്പൊ എ കോസ് എ ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് കൊടുക്കണം. എന്താണ് ലിമിറ്റ്, 0 ടു ഇൻഫിനിറ്റി. ഓക്കെ മതി കേട്ടോ. അപ്പോ ഇ റേസ് ടു എ എക്സ് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സൈൻ ബി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണുള്ള മൈനസ് എസ് ആണുള്ളത്. അപ്പൊ മൈനസ് സൈൻ എ ടി മൈനസ് എ കോസ് എ ടി. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേഷ്യോ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായി മാറി, മൊത്തം 0 ആയി. അപ്പൊ ഫസ്റ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ തന്നെ എന്തായി മാറി, 0 ആയി. മൈനസ് ഇനി നമ്മൾ കൊടുക്കുന്നത് എന്താണ്, 0 ആണ്. അപ്പൊ ഇ റേഷ്യോ 0 എന്തായി മാറി, 1 ഡിവൈഡ് ബൈ മൈനസ് എസ് സ്ക്വയർ എന്നുള്ളതായി എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ. ഇനി മൈനസ് എസ് ഇൻറ്റു ഇനി 0 ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പൊ ഇതെന്തായി മാറി, 0 ആയി. മൈനസ് എ ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലെ. അപ്പൊ എന്നിട്ടും ഇത് 0 ആയി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടെ 0 പോട്ടെ. അപ്പൊ മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇത് 0 ആയി. അപ്പൊ 0 മൈനസ് എ അല്ലെ. അപ്പൊ 0 മൈനസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എ തന്നെയാണ്. മൈനസ് എ ഇൻറ്റു മൈനസ് അപ്പൊ എന്നിട്ടും പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഇതാണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ സൈൻ എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നിങ്ങൾ ബൈ ഹാർട്ട് പിടിക്കുക. അപ്പൊ സൈൻ എ ടി ആണെങ്കിൽ എന്താ, ഇവിടെ എ ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ 2l അല്ലേ, 2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് ആറാമത്താണ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എ ടി. നമ്മൾ നേരത്തെ സൈൻ എ ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, കോസ് എ ടി ആണ്. ഓക്കെ, അപ്പോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി
ഡി ടി. ഓക്കെ, എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് നമ്മൾ കോസ് ആയിട്ട് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ട് ഒരു ഫോർമുല. ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു നോക്കുക. നമുക്ക് ആവശ്യമുള്ളതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇപ്പൊ ഇ റേസ് ടു എ എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആണെങ്കിൽ. അപ്പോ ഇതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു കോസ് എ ടി ഡി ടി അല്ലെ. അപ്പൊ എന്താണ് ഇന്റഗ്രേഷൻ കിട്ടുക? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, എ കോസ് ബി എക്സ്, എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? മൈനസ് എസ് ആണ്. മൈനസ് എസ് കോസ് എ ടി പ്ലസ് പിന്നെന്താണ്? എ സൈൻ എ ടി അല്ലെ. ഇതെന്താ കൊടുക്കണം? നമ്മള് ലിമിറ്റ് കൊടുക്കണം 0 ടു ഇൻഫിനിറ്റി. അപ്പൊ നേരത്തെ പോലെ തന്നെ ഇൻഫിനിറ്റി ആദ്യം കൊടുക്കുക. അപ്പൊ ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായി? മൊത്തമായിട്ട് എന്തായി മാറി? 0 ആയി. ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് 0 ഇൻറ്റു ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? 0 ആണ് തന്നെയാണ്. ഓക്കെ, മൈനസ് ഇത് നമ്മൾ 0 കൊടുക്കുകയാണ്. അപ്പൊ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡ് ബൈ മൈനസ് എസ് സ്ക്വയറിന്റെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ ഇൻറ്റു മൈനസ് എസ് കോസ് 0 കോസ് എ ടി. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 കിട്ടും. കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മൈനസ് അല്ലെ എ സൈൻ എ ടി. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. അപ്പൊ ഇത് മൊത്തം 0 ആയി മാറി. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടും? മൈനസ് എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് എസ് തന്നെ. ഇതെന്തായി മാറി? എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടുക മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എന്നിട്ട് കോസ് വന്നു കഴിഞ്ഞാൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. കോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എക്സാമ്പിൾ ആയിട്ട് കോസ് 2t ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t ഇസ് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ എസ് ആണ് അല്ലെ. എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2. അപ്പൊ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പൊ കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതാണ് കേട്ടോ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി. സൈൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. അപ്പോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അല്ലെ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സൈൻ എച്ച് എ ടി തന്നിട്ടുണ്ട്. സൈൻ എച്ച് എ ടി സിക്വൽ ടു എന്താണ്? ഇ റേസ് എ ടി മൈനസ് ഇ റേസ് മൈനസ് എ ടി ബൈ 2 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എച്ച് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇനി സൈൻ എച്ച് എ ടിക്ക് നമ്മൾ പകരം നമ്മൾ കൊടുക്കുക ഇ റേസ് എ ടി മൈനസ് ഇ റേസ് മൈനസ് എ ടി ഡിവൈഡ് ബൈ 2 കൊടുക്കുക. അപ്പോ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് മൈനസ് എ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 പുറത്തേക്ക് എടുക്കുക. ഇ റേസ് മൈനസ് എസ് ടി കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ കിട്ടും? 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് കിട്ടും? ഇ റേസ് ടു എ ടി മൈനസ് എസ് ടി എക്സ് റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതേപോലെ ഇ റേസ് ടു ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് എ ടി മൈനസ് എസ് ടി ഡി ടി എന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നേരത്തെ പോലെ എന്താണ്? മൈനസ് ടി പുറത്തേക്ക് എടുക്കുക. അപ്പൊ 1/2 ഇന്റഗ്രൽ
0 to infinity എന്ത് കിട്ടും? e raised to minus t പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ s minus a മൈനസ് e raised to ഇവിടുന്ന് മൈനസ് t പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ s plus a dt. ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെ എന്തുണ്ട്? 1/2 ഉണ്ട്. ഇസ് ഈക്വൽ ടു 1/2. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് e raised to minus t into s minus a divided by minus of s minus a മൈനസ് ഇവിടെ ആണെങ്കിലോ e raised to minus t into s plus a all divided by എന്തായിരിക്കും? മൈനസ് ഓഫ് s plus a. ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുക്കുക. ഓക്കെ, ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാല് 1/2. ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി മാറും? 0 ആയി മാറും. അപ്പൊ 0 മൈനസ് ഇത് എന്തായി മാറും? ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആയി മാറും. മൈനസ് ഇനി 0 കൊടുക്കുകയാണ്. അപ്പൊ e raised to 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ മൈനസ് ഓഫ് s മൈനസ് a. ഇവിടെ മൈനസ് മൈനസ് എന്തായി മാറി? പ്ലസ് ആയി. അപ്പൊ പ്ലസ് ഇനി നമ്മൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ഇത് കിട്ടും s പ്ലസ് a കിട്ടി. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 അല്ലെ. ഇവിടെ എന്നിട്ട് മൈനസ് ഉണ്ട്. അപ്പൊ ഈ മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്ലസ് ആയി. ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടും 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ പ്ലസ് പ്ലസ് അല്ല, ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. ഓക്കെ, ഇനി നമ്മൾ LCM എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ എന്നിട്ട് എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ കിട്ടും. അപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പൊ എന്നിട്ട് 1 കൊണ്ട് എസ് പ്ലസ് എ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എസ് പ്ലസ് എ മൈനസ് ഓഫ് എസ് മൈനസ് എ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എസ് പ്ലസ് എ കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് എ എന്ന് പറഞ്ഞാൽ പ്ലസ് എ ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിൽ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എയുടെ സ്ഥാനത്ത് ഇടുന്നുള്ള എസ്. അപ്പൊ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഈ എസും മൈനസ് എസും എന്തായിപ്പോ കട്ടായി പോകും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2a ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ 2 2 എന്തായി പോവും? കട്ടായി പോവും. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി അല്ലെ. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് സൈൻ എച്ച് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. നിങ്ങൾ അത് ബൈ ഹാർട്ട് ഓടിക്കണം. വെറും സൈൻ ആയിരുന്നെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എച്ച് ഉള്ളതുകൊണ്ട് എന്നിട്ട് നമുക്ക് കിട്ടുന്ന എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് 3t. അപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3 ആണല്ലോ. അപ്പൊ 3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ഓടിക്കുക. അപ്പൊ സൈൻ എച്ച് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിന്റെ അടുത്താണ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എച്ച് എ ടി അല്ലെ. കോസ് എച്ച് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എന്താണ്? കോസ് എച്ച് എ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എച്ച് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി കോസ് എച്ച് എ ടിയുടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. സൈൻ എച്ച് എ ടി ആയിരുന്നെങ്കിൽ ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2 ആണ്.
അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എച്ച് ടി ക്ക് എന്ത് കൊടുക്കും ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇത് നമുക്ക് ഈ 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് 1/2 ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ഇൻഫിനിറ്റി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെ. അപ്പൊ ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇ റേസ് ടു എ ടി മൈനസ് എസ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് എസ് ടി ഡി ടി അല്ലെ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എക്സ് റേഷ്യോ എം ഇൻറ്റു എക്സ് റേഷ്യോ എൻ എന്നുള്ള ഫോം. അപ്പൊ എക്സ് റേഷ്യോ എം പ്ലസ് എൻ ആവും. ഇനി നമ്മളെ പ്രോസസ് എന്താണ് ഇതിൽ നിന്നും മൈനസ് ടി പുറത്തേക്ക് എടുക്കുക, ഇതിൽ നിന്നും മൈനസ് ടി പുറത്തേക്ക് എടുക്കുക. അപ്പൊ 1/2 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് ടി പുറത്തേക്ക് എടുത്താൽ ഇ റേസ് ടു മൈനസ് ടി, ഈ മൈനസ് എന്തായി മാറും പ്ലസ് ആവും, എസ് പ്ലസ് എ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും, സോറി ഇവിടെ എസ് മൈനസ് എ ആണ്, ഇവിടെ കിട്ടും എസ് പ്ലസ് എ ഡി ടി. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇതിന് ടി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ ഓൾ ഡിവൈഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് എ ഓൾ ഡിവൈഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ 0 ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഇതിന് ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, ആദ്യം നമ്മൾ മൊത്തത്തിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അത് നമ്മൾ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി എന്തായി മാറി 0 ആയിട്ട് മാറി. ഇവിടെ എന്താണ് ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി എന്തായിരിക്കും 0 ആയിട്ട് മാറി. അപ്പൊ ആ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൊത്തം എന്തായി മാറി 0 ആയി. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല. അപ്പൊ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്നിട്ടും 0 ആണ്. അപ്പൊ ഇ റേസ് ടു ടിക്ക് 0 കൊടുത്താൽ ഇ റേസ് ടു 0, ഇ റേസ് ടു 0 എന്നുള്ള 1. അപ്പൊ 1 ഡിവൈഡ് ബൈ ഇത് കിട്ടും, ഇവിടെ മൈനസ് ഉണ്ട് അല്ലെ, മൈനസ് ഓഫ് എസ് മൈനസ് എ പ്ലസ് ഇത് നമ്മൾ ഇതിന് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഡിവൈഡ് ബൈ മൈനസ് ഓഫ് ഇത് കിട്ടും എസ് പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടും 1/2. അപ്പൊ ഈ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് ഇരിക്കട്ടെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും, അല്ലെ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്നും മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി മാറും പ്ലസ് ആയിട്ട് മാറും. ഈ മൈനസും പുറത്തേക്ക് എടുക്കും. അപ്പൊ 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ കിട്ടി. ഓക്കെ, ഈ മൈനസും പുറത്തേക്ക് എടുത്തു, ഈ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി പ്ലസ് ആയി മാറി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. LCM നമ്മൾ എന്തെടുത്തു എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 ഇൻറ്റു എസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ മൈനസ് എയും പ്ലസ് എയും കട്ടായി പോകും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2s ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കിട്ടി. 2 2 എന്തായി കട്ടായി. ഓക്കെ, അപ്പൊ ബാക്കി വരുന്നത് എന്താണ്, ബാക്കി വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി ഇസ് ഈക്വൽ ടു ഇത് കിട്ടും എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കേട്ടോ. അപ്പോ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുന്നത് ഇവിടെ എന്താണ് മൈനസ് എ ആണ് അല്ലെ. അപ്പൊ കോസ് എ ടി ആയിരുന്നെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. കോസ് എച്ച് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇതുവരെ പഠിച്ചത് മൊത്തം ഇവിടെ നമ്മൾ എഴുതുവാണ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. ഒന്നാമത്തെ എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എ ബൈ എസ്. ടി റേസ് ടു എൻ ആണെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഇ റേസ് ടു എ ടി ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. ഇ റേസ് ടു മൈനസ് എ ടി ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. സൈൻ എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ.
കോസ് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, സൈൻ എച്ച് എ ടി ആണെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, കോസ് എച്ച് എ ടി ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത്രയും ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഫോർമുല ഡയറക്റ്റ് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്.